സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 75 രൂപ കുറഞ്ഞ് 13,500 രൂപയായി. ഒരു പവന് 1,80,000 രൂപയാണ് ഇന്നത്തെ വില. 600 രൂപയാണ് പവനിന്ന് കുറഞ്ഞത്. കുതിപ്പിനൊടുവിൽ കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,500 രൂപയും പവന് 1,80,000 രൂപയുമാണ് വിപണി വില. ആഗോള വിപണിയിൽ സ്വർണ്ണത്തിന് $4,503 വില. കേരളത്തിൽ 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,095 രൂപയും പവന് 88,760 രൂപയുമാണ് നിലവിലെ വില. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,640 രൂപയും പവന് 69,120 രൂപയുമാണ് വില. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,575 രൂപയും പവന് 44,600 രൂപയും വിലയുണ്ട്. അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 245 രൂപയും 10 ഗ്രാമിന് 2,450 രൂപയുമാണ് വില. രാജ്യാന്തര വിപണിയിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം കുതിച്ചത് സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില ഉയർന്നതും സ്വർണ്ണവില കുറയാൻ കാരണമായി. ഇതേ സാഹചര്യം നിലനിന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇറാനിൽ കരയുദ്ധത്തിന് അമേരിക്ക തുടക്കമിടാൻ പോകുന്നുവെന്ന വാർത്തകളും പുറത്തുവരികയാണ്. ഇതോടെ യുദ്ധം ശക്തമാകുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കും. മാത്രമല്ല, ഹൂതികളും യുദ്ധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കരയുദ്ധം തുടങ്ങിയാൽ GCC രാജ്യങ്ങളിലെ സാഹചര്യം അട്ടിമറിയുകയും ചെയ്യും. ഇക്കാര്യങ്ങളൊക്കെ സ്വർണ്ണവിലയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് പ്രധാനമാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടിയത് സ്വർണ്ണവില കുറയുന്നതിന് പ്രധാന കാരണമായിട്ടുണ്ട്. രൂപയുടെ മൂല്യം കൂടിയാൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില താഴും. ഡോളറിനെതിരെ 93.73 എന്ന നിരക്കിലാണ് രൂപ. കഴിഞ്ഞ ദിവസം 94 കടന്ന് താഴേക്ക് പോയിരുന്നു. ക്രൂഡ് ഓയിൽ വില കൂടുന്ന സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം കുറയാറാണ് പതിവ്. മാത്രമല്ല, ഡോളർ സൂചിക ഉയരുകയും ചെയ്തേക്കാം. ഇന്ന് 100.09 എന്ന നിരക്കിലാണ് ഡോളർ ഉള്ളത്. ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ ഡോളറിന്റെ ആവശ്യകത കൂടും. ഈ വേളയിൽ ഡോളർ മൂല്യം വർദ്ധിക്കുകയും ഇത് രൂപയുടെ മൂല്യമിടിയാൻ വഴിയൊരുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുക. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.